കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ദുർഗേച്ചിയുടെ കോഫി സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഒരൊറ്റ കരച്ചിലങ്ങ് കരഞ്ഞേക്കണം. എന്തിന്? എന്തിന്? ഈ ചോദ്യം പ്രസാദ് സാർ ചോദിക്കണം. നീ എന്തിനാ കരയുന്നേന്ന് ആദ്യം ഒന്നുമില്ലാന്ന് പറയണം. അപ്പൊ പ്രസാദ് സാർ വീണ്ടും ചോദിക്കും. അപ്പൊ കാരണം പറയണം. ഞാൻ എപ്പോഴും കരയാറുണ്ട്, അതൊന്നും ശ്രദ്ധിക്കാൻ ഇവിടെ ആരുമില്ലല്ലോ. പ്രസാദ് സാറിന്റെ സ്വഭാവം വെച്ച് അപ്പോഴും ഗൗരവത്തിൽ തന്നെ ആയിരിക്കും പെരുമാറുക. കാര്യം പറയടി എന്ന് ഗൗരവത്തിൽ പറയും. അപ്പൊ ദുർഗേച്ചി വിങ്ങി പൊട്ടി കരയണം. എത്ര കഠിന ഹൃദയനാണെങ്കിലും സ്വന്തം ഭാര്യ പൊട്ടിക്കരഞ്ഞ മനസ്സലിയും. ആ സമയത്താ തുളസി നല്ല കുട്ടിയായി അഭിനയിച്ച് ദുർഗേച്ചിയെ പീഡിപ്പിക്കുകയാണെന്ന് പ്രസാദ് സാറിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടത്. ഒരു 4-5 ഉദാഹരണങ്ങൾ പറഞ്ഞാല് പ്രസാദ് സാർ വീഴും. ദുർഗേച്ചി, ഞാനല്ലേ പറയുന്നത്? നീ കാണുന്ന സാധാരണ ആണുങ്ങളെ പോലെ അല്ല അയാള്. ചങ്കർത്ത് കയ്യിൽ കൊടുത്താലും മനസ്സലിയില്ല. എനിക്കൊന്നും വയ്യ അയാളുടെ മുമ്പിൽ പോയി നാണം കെട്ടിട്ട് വരാൻ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. സാർ, കോഫി. സാറ് ദുർഗേച്ചി കണ്ടില്ലായിരുന്നോ? ഇന്നലെ ഇരിക്കാൻ തുടങ്ങിയ ഇരിപ്പാ, എഴുന്നേറ്റിട്ടില്ല. ആഹാരം കഴിക്കാൻ വിളിച്ച വരുന്നില്ല. ആരോട് സംസാരിക്കുന്നുമില്ല. ചോദിക്കുന്നതിനൊന്നിനും മറുപടിയും ഇല്ല സാർ. ഒരു ദിവസം ആഹാരം കഴിക്കാതിരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാ. പക്ഷേ ഈ ഇരിക്കുന്നത് അത്ര നല്ലതല്ല. കാലിൽ നീര് വരും. കുറച്ചു നേരം എഴുന്നേറ്റ് നടക്കാൻ പറ. സാറിന് ഇതെല്ലാം തമാശയാ. ദുർഗേച്ചി ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, അറിയാവോ സാറിന്? രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു സാർ. എന്തിന്? ദുർഗേച്ചിയുടെ അവസ്ഥ സാറ് മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ആർക്കായാലും സങ്കടം വരും സാർ. മനസ്സിന് എന്തെങ്കിലും വിഷമം വന്നാ എല്ലാവരും അവരവരുടെ ഭർത്താക്കന്മാരോടാ പറയുന്നത്. ഭർത്താവ് അത് കേട്ട് സമാധാനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ അതാ ഏറ്റവും വലിയ ആശ്വാസം. ഇവിടെ ദുർഗേച്ചിയുടെ സങ്കടം കേൾക്കാനും ആശ്വസിപ്പിക്കാനും ഒന്നിനും സാറിന് സമയമില്ലല്ലോ. സമയം ഇല്ലാത്തതാണോ അതോ ഇനി മനസ്സില്ലാത്തതാണോ? നിന്റെ ദുർഗേച്ചിക്ക് എന്താ ഇത്ര വലിയ സങ്കടം? ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നതിന് പകരം ദുർഗേച്ചിയോട് ചോദിച്ചിരുന്നെങ്കിലോ? ദുർഗേ, എന്താ നിന്റെ സങ്കടമെന്ന്? ദുർഗേച്ചിക്ക് എന്ത് സന്തോഷാവൂന്നറിയോ? നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്താ അവളുടെ സങ്കടം? പറഞ്ഞാ സാറ് വിശ്വസിക്കില്ല. സാറെന്നല്ല, ആരും വിശ്വസിക്കില്ല. അതാ അവളുടെ മിടുക്ക്. ആരുടെ? തുളസിയുടെ. തുളസി ആരെയും വെറുപ്പിക്കില്ല. എല്ലാവരോടും സ്നേഹത്തോടെ മാത്രമേ പെരുമാറുള്ളൂ. അങ്ങനെ ഒരു ഇമേജ് മറ്റുള്ളവരുടെ മുന്നിൽ അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അവളുടെ തനി നിറം ഞങ്ങൾക്ക് മാത്രമേ അറിയാവൂ സാർ. അവൾ എന്ത് ചെയ്തു എന്ന് നീ പറഞ്ഞു വരുന്നത്? എന്നോട് വഴക്കിനൊന്നും വരാറില്ല. വഴക്ക് മുഴുവൻ ദുർഗേച്ചിയോടെ സാറേ. ഓ, വഴക്കെന്ന് പറഞ്ഞാ എല്ലായിടത്തും കാണുന്ന അമ്മായിയമ്മ പോരൊന്നും അല്ല. നല്ല തനി ചന്ത ഭാഷ അവളുടെ നാവിന്ന് വരുന്നത്. അത് കേട്ട് ദുർഗേച്ചി മിണ്ടാതെ അവിടെ നിൽക്കും. അവളുടെ നാവിന്ന് ചന്തഭാഷ വരുന്നതിൽ അത്ഭുതമൊന്നും ഇല്ല സാറേ. അത് അവളുടെ രക്തഗുണ കാണിക്കുന്നത്. അവളുടെ തന്തയും തള്ളയും ഒക്കെ എത്താനി ലോക്കലായി. തുളസിയുടെ അച്ഛനും അമ്മയും ആരാ നിനക്കറിയോ?
അറിയോ? ഇല്ല. പിന്നെ എന്തിനാ? പിന്നെ എന്ത് അടിസ്ഥാനത്തിനാ നീ അവളുടെ അച്ഛനും ലോക്കലാന്ന് പറയുന്നത്? അത് സാർ അവളുടെ തുളസിയുടെ പെരുമാറ്റം കണ്ടപ്പോ ഇനി ഇങ്ങനെ അടിസ്ഥാനം ഇല്ലാതെ എന്തെങ്കിലും പറയുന്നത് കേട്ടാലേ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത്. നിന്റെ ദുർഗേച്ചി ഓതി തന്ന ബുദ്ധിയായിരിക്കും ഇതൊക്കെ, അല്ലേ? ഞാൻ കുളിച്ചു വരുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കണം. വെള്ളമെടുക്ക. പ്രസാദ് സാറിന്റെ ചാട്ടം കാണുമായിരുന്നു ദുർഗേച്ചി. തല്ല് കിട്ടിയെന്നാ ഞാൻ വിചാരിച്ചത്. ഓ, ഭാഗ്യത്തിന് പ്രസാദ് സാർ കൈവച്ചില്ല. ഇനി തുളസിയെ കുറിച്ച് ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞാലേ സാർ ഉറപ്പായും തല്ലും. അയാളുടെ മുമ്പിൽ നിന്റെ ഒരടവും നടക്കില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. തുളസിയെ കുറ്റം പറഞ്ഞ നിന്നെ മാത്രമല്ല ദൈവം തമ്പുരാനെ വരെ അയാൾ തല്ലും. ഈ തുളസിയുടെ അച്ഛനമ്മമാർ ആരാണെന്ന് പ്രസാദ് സാറിന് അറിയോ? അയാൾക്ക് എങ്ങനെ അറിയാം? അവളെ വളർത്തി വലുതാക്കിയ ജയനും പ്രിയയ്ക്കും പോലും അറിയില്ല. പിന്നെ അയാൾക്ക്. അല്ല, നീ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, തുളസിയുടെ അച്ഛനമ്മമാരെ ലോക്കലായിരിക്കും എന്ന് പറഞ്ഞപ്പോഴാ സാർ എന്നോട് ചൂടായത്. അതയാക്കേ അവളുടെ അച്ഛനമ്മമാരെ അറിഞ്ഞിട്ടൊന്നുമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അവള് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവളാ. സാക്ഷാൽ ദൈവത്തിന്റെ മകള്. എന്തായാലും സാറിന് തുളസിയോടുള്ള സ്നേഹം കുറച്ച് കടുപ്പം തന്നെയാ. ദുർഗേച്ചിയുടെ കഷ്ടകാലം, അല്ലാതെ എന്ത് പറയാൻ. അതെ, ഇവിടെ ഒരാൾ ഊണും ഉറക്കമൊക്കെ ഒഴിഞ്ഞ് കരഞ്ഞിരിക്കുകയാണെന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് കണ്ടിട്ട് അങ്ങനെ തോന്നില്ല. ഞാൻ പിടിച്ച പിടിയാലെ കൊണ്ടുവന്ന് ഇരുത്തിയതാ സാറേ. പക്ഷെ കഴിപ്പ് കണ്ടിട്ടും അങ്ങനെ തോന്നുന്നില്ല. അല്ല, ഇവള് കഴിക്കുമ്പോഴേ പതിവായിട്ട് കൂടെ ഒരാൾ ഉണ്ടാവാറുണ്ടല്ലോ. എവിടെ? അതിനെ കുറിച്ചാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഇവിടെ ഇല്ലേ? ഇല്ല. യോ, എവിടെ പോയി? അത് പ്രസാദ് സാറേ. ആ, എവിടെ പോയി പറയേ. അത് സാറേ, ആതിര അവൾ ആശുപത്രിയിലാ. സൂയിസൈഡ് അറ്റംപ്റ്റ്. അല്ലേ? ഞാൻ അറിഞ്ഞിട്ട് തന്നെ ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ നാവിൽ നിന്നൊന്ന് കേൾക്കാനേ. അല്ല, എന്തിനാ അവള് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തത്? അത് സാറേ. സാറേ, ഇങ്ങനെ സാറേ സാറേ എന്ന് വിളിച്ചിരിക്കാതെ പെട്ടെന്ന് ചോദ്യത്തിന് ഉത്തരം പറയും. എന്തിനാ അവൾ അത് ചെയ്തത്? അത് പിന്നെ സാറേ, ആദ്യം തുളസിയും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോ ബാക്കിയോടി പറ. ഒരാളിവിടെ ഫെവിക്കോള് വിഴുങ്ങിയതുപോലെ നാവൊട്ടി ഇരിപ്പുണ്ടല്ലോ. ബാക്കി അയാളോട് പറയാൻ പറ. നിന്റെ നാവിൽ നിന്ന് കേൾക്കാനൊരാഗ്രഹം, അതുകൊണ്ടാ. പറയേ. ആതിരെ ഈ അവസ്ഥയിൽ എത്തിച്ചത് നീയും മംഗളപ്പച്ചയും കൂടെ ചേർന്ന. ഒരു പെൺകുട്ടിക്ക് ഒരാണിനോട് സ്നേഹം തോന്നും. അത് സക്സസ് ആവണമെങ്കിൽ അവനും അവളെ ഇഷ്ടമാവണം. ആദിക്ക് ആതിരയോട് അങ്ങനെ ഒരിക്കലും ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. അവന് തുളസിയോടായിരുന്നു ഇഷ്ടം. അവളത് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറിയില്ല. പിന്മാറാൻ നീയും മംഗളപ്പച്ചിയും സമ്മതിച്ചില്ല. തുളസിയെ അവൻ വിവാഹം കഴിച്ചു. അപ്പോഴെങ്കിലും നിങ്ങൾ അവളെ ഉപദേശിക്കണമായിരുന്നു, ഇനിയും ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ലാന്ന്. മറ്റൊരു പയ്യനെ കണ്ടെത്തി അവളുടെ വിവാഹം നടത്തണമായിരുന്നു. നിങ്ങൾ അതും ചെയ്തില്ല. പകരം നിങ്ങൾ അവൾക്ക് വീണ്ടും പ്രതീക്ഷ നൽകി. തുളസിയെ ആദിയിൽ നിന്ന് അകറ്റാൻ ശ്രമങ്ങൾ തുടങ്ങി, ചതിപ്രയോഗങ്ങൾ തുടങ്ങി.
എല്ലാം പരാജയപ്പെട്ടു. അപ്പോഴെങ്കിലും എല്ലാം ഒഴിവാക്കി പോവാൻ നിങ്ങൾ ആവശ്യപ്പെടണമായിരുന്നു. ചെയ്തില്ല. എന്നിട്ട് അവൾക്ക് മണിയോറ ഒരുക്കുന്നവരെ കാത്തുനിന്നു. ഒടുവിൽ സങ്കടം സഹിക്കാതെ വന്നപ്പോ അവൾ കടും കൈക്ക് ശ്രമിച്ചു. അവിടെയും അവൾക്ക് പരാജയം. ഇവിടെ തലയും കുമ്പിട്ടിരിക്കുന്നവരും ഈ കുരുട്ടുബുദ്ധി ഉപദേശിച്ചു തരുന്ന സ്ത്രീയും കാരണം. ദുർഗേച്ചി, പ്രസാദ് തലയിലൊന്ന് തട്ട്. എന്തിന്? ചേച്ചി, ആ തൊണ്ട കൊണ്ടല്ലേ എന്നെ ചീത്ത പറഞ്ഞ? ദൈവം കൊടുത്തതാ. ദുർഗേച്ചി, സർ, വെള്ളം കുടിക്കും. ആണോ? യോ, നിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അച്ഛനാ? ആ, ഹലോ അച്ഛാ. ആദി, നീ എവിടെയാ? ഞാൻ ടൗണിലാ അച്ഛാ. ആ, ഞാൻ വിളിച്ചതേ ആതിരയുടെ അവസ്ഥ എന്താ? അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി. ആ, എന്നിട്ട് അവളെവിടെ? അവളെ ആ മംഗളാപ്പച്ചി ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി. ആശ്വാസം. അങ്ങനെ ആ കാര്യത്തിനൊരു തീരുമാനമായി. ശരി, എന്നാൽ ഓക്കെ അച്ഛാ. ആതിര തിരക്കിയതാ. എന്താ മാമൻ പറഞ്ഞേ? ആതിര പോയത് ഒരു ആശ്വാസമായിരുന്നു. സത്യത്തില് അവള് പോയപ്പോ എനിക്കൊരു വിഷമം. എന്തിന്? കൊറേ നാള് നാണം കിട്ടി നിന്റെ പിന്നാലെ അലഞ്ഞതല്ലേടാ. ഒന്നുമില്ലെങ്കിലും എന്നെ പോലെ ഒരു പെണ്ണല്ലേ. ആ, ബാബു. അമ്മേ, അയ്യോ, ഞാൻ നിങ്ങളെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഫോൺ ചെയ്താലോ എന്ന് ഓർത്തു, പിന്നെ മടിച്ചു. കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ 100 കൂട്ടം തിരക്കുകളുണ്ടാവില്ലേ? അതിനിടയ്ക്ക് ഫോൺ ചെയ്ത ശല്യാവോന്ന് വിചാരിച്ചു. അമ്മ ഫോൺ ചെയ്താ അത് ഞങ്ങക്ക് ശല്യാവോ? ആ, ഇല്ലാന്നറിയാം, എന്നാലും ഞാൻ മടിച്ചു. അമ്മയ്ക്ക് എപ്പോ വേണമെങ്കിലും വിളിക്കാം. എന്റെയും ആദിയുടെയും ഫോണിലേക്ക്. അതിന് നേരവും കാലം ഒന്നും നോക്കണ്ട. വിളിക്കാൻ തോന്നിയാ വിളിക്കണം. തടസ്സങ്ങളും പ്രശ്നങ്ങളും നീങ്ങി ആശിച്ച ജീവിതം കിട്ടിയില്ലേ? അതിന്റെ സന്തോഷം രണ്ടുപേരുടെയും മുഖത്ത് തെളിഞ്ഞു കാണാം. ഇത് കാണുമ്പോ അമ്മയുടെ മനസ്സിൽ എന്ത് സന്തോഷാണെന്നറിയോ? ഈ സന്തോഷം എന്ന് നിലനിർത്തട്ടെ ഈശ്വരന്മാര്. വാ 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 മോനെ. അമ്മ, ബ്രേക്ക്ഫാസ്റ്റിന് എന്താ? അതുപോലെ ദോശ തന്നെയാണോ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? നിന്റെ അച്ഛന് ദോശയല്ലാതൊന്നും പിടിക്കില്ലല്ലോ. എന്താ കറി? സാമ്പാറും പിന്നെ ചട്നിയുണ്ട്. തേങ്ങ ചട്നിയാണോ? മിച്ചമുണ്ടോ? എന്താ ഉണ്ട് പെണ്ണേ? ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ദോശയും ചട്നിയും കാണുന്ന്. അമ്മയുടെ ഉടുപ്പി സ്പെഷ്യൽ ദോശയും ചട്നിയും കഴിക്കണം. വാ, വിശന്നിട്ട് വയ്യ. വാ 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 വാ. കഴിക്ക്. അല്ല, ഈ നേരമായിട്ട് നിങ്ങൾ എന്താ കഴിക്കാതിരുന്നത്? അവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ? അവിടെ കിച്ചണിൽ കയറി കഴിയുമ്പോഴൊക്കെ മോള് സഹായിക്കണം ദുർഗേച്ചിയെ. ഇല്ലെങ്കിൽ അതിന്റെ പേരിലായിരിക്കും ദുർഗേച്ചിയുടെ അടുത്ത വഴക്ക്. ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുക അവര്. അമ്മേ, ഞങ്ങള് ദേവമംഗലത്ത് നല്ല വരുന്നത്, ഹോസ്പിറ്റലിൽ നിന്നാ.
ഹോസ്പിറ്റലിൽ നിന്നോ? ഉം. അല്ല, നിങ്ങൾ എന്തിനാ കാലത്താനെ ഹോസ്പിറ്റലിൽ പോയത്? അത് ആതിര സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. ഈശ്വര, എന്നിട്ട്? കുഴപ്പമൊന്നുമില്ല, വെയിൻ കട്ടിയാ ചെയ്തത്. ഭാഗ്യത്തിന് ആ സമയത്ത് അമ്മ അവിടെ ചെന്നു. അതുകൊണ്ടാ അവളെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചത്. മുറിവ് ആഴത്തിലല്ലാത്തതിനാൽ രക്ഷപ്പെട്ടു. ആദ്യം കൈവിട്ടു പോയതിന്റെ വിഷമം കൊണ്ട് ചെയ്തതാ അത്ര. മോനെ, അതിന് നീ എന്തിനാ വിഷമിക്കുന്നത്? ഒരു പെൺകുട്ടിയെ മോഹിപ്പിച്ച് വേറൊരു പെൺകുട്ടിയോടൊപ്പം ജീവിക്കുന്നത് തെറ്റല്ല, മഹാപാപോ. പക്ഷേ മോനൊരിക്കലും അവൾക്ക് വാക്കു കൊടുത്തിട്ടില്ല. മാത്രല്ല, അവളുടെ ഇഷ്ടത്തെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. ആദ്യം പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെങ്കിലും ദുർഗാമ്മയും മംഗളാപ്പച്ചിയും നന്നായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടല്ലോ. അവര് രണ്ടുപേരും കൂടിയാ ആതിരെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചത്. ചെയ്തു പോയ മണ്ടത്തരം അവൾക്ക് ബോധ്യായി. അതുകൊണ്ടല്ലേ അവള് മംഗളാപ്പച്ചിയുടെ കൂടെ പോയതും. അപ്പച്ചിയുടെ കൂടെ പോയോ? അപ്പോ ഇനി അവള് ദേവമംഗലത്തേക്കില്ലേ? ഇല്ലെന്നാ പറഞ്ഞ. ഇനി അവളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ലല്ലോ. ചുരുക്കി പറഞ്ഞ എന്റെ കുട്ടികളുടെ നല്ല കാലം തെളിഞ്ഞു. വെളുത്തമ്മ തിരിച്ചുപോയാ എല്ലാം പഴയതുപോലെ ആവുമെന്ന് എന്റെ പേടി. അത് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കരുത്. ഇനി ദുർഗേച്ചി പറയുന്നതൊന്നും നിങ്ങൾ അനുസരിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ദുർഗേച്ചിയെ ധിക്കരിക്കുന്നത് തെറ്റാണ്. അതേസമയം നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷമാണ് എന്നുകൂടി നിങ്ങൾ ഓർക്കണം. ദുർഗേച്ചിയെ എതിർക്കുന്നതിന് പകരം നിങ്ങൾക്ക് അവരെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ രണ്ടുപേർക്കും? സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താനോ? ആ അമ്മയോ? എന്റെ അമ്മ ഈ അമ്മയല്ല ആ അമ്മ. ആര് സ്നേഹം കാണിച്ചാലും ഈ അമ്മ അലിയില്ലേ? ആ അമ്മയ്ക്ക് മനസ്സലിവ് എന്നൊരു സാധനം ഇല്ല. ഞാൻ ഈ അമ്മയുടെ അടുത്ത് സ്നേഹം കാണിച്ചാൽ തിരിച്ചു കിട്ടും. പക്ഷെ ആ അമ്മയുടെ അടുത്തേ തുളസി സ്നേഹം കാണിക്കാൻ വേണ്ടി അങ്ങ് ചെന്നാൽ മതി. ആ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും. അത് ശരിയാ. എന്നാലും നിങ്ങൾ രണ്ടുപേരും കൂടി ദുർഗേച്ചി ഒന്ന് മയപ്പെടുത്തി എടുക്കണം. ഇത് നിങ്ങളുടെ ജീവിതമാ. അതിൽ അലൗസരം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒഴിവാക്കേണ്ടത്. അതിന്റെ പേരിൽ ദുർഗേച്ചിയുടെ മുന്നിൽ ഒന്ന് താന്നു കൊടുത്താലും ഒന്നും സംഭവിക്കില്ല. അമ്മയല്ലേ? ശ്രമിക്കാമേ. അതെ, എനിക്കൊരു ചായ വേണം, നല്ല കടുപ്പത്തില്. ഉണ്ടാക്കും. കഴിക്ക്. അമ്മ പറഞ്ഞാ ശരി. ഇത് ഞങ്ങളുടെ ജീവിതമാണ്. അതിൽ അലവസരങ്ങളില്ലാതെ നോക്കേണ്ടത് ഞങ്ങൾ തന്നെയാണ്. അതിനുവേണ്ടി ദുർഗാമിയൊന്ന് മയപ്പെടുത്തിയെടുക്കാൻ ഒരു വഴിയുണ്ട്. പക്ഷേ അമ്മയുടെ സഹായം വേണ്ടി വരും. മോനെന്താ പറഞ്ഞു വരുന്നത്? തുളസിയോട് ദുർഗാമ്മയ്ക്ക് ഇഷ്ടവും സ്നേഹവും തോന്നാനുള്ള ഒരൊറ്റ വഴി. അത് തുളസി ദുർഗാമ്മയുടെ സ്വന്തം മോളാണെന്നുള്ള സത്യം തുറന്നു പറഞ്ഞാൽ മാത്രം മതി. സ്വന്തം വയറ്റി പറഞ്ഞ മോളോടാണ് ഇത്രയും കാലം യുദ്ധം നടത്തിയെന്ന് അറിഞ്ഞ ദുർഗാമ്മയ്ക്ക് കുറ്റബോധം തോന്നില്ലേ? ചെയ്തു പോയതെല്ലാം മഹാപാപങ്ങളാണെന്ന് മനസ്സിലായ ആ നിമിഷം തുളസിയോട് ദുർഗാമ്മ മാപ്പ് പറയില്ലേ? തുളസിയും ദുർഗാമ്മയെ സ്നേഹത്തിലാക്കാൻ ഇതിലും നല്ലൊരു വഴി ഉണ്ടാമേ. ദുർഗേച്ചിക്ക് ആ സത്യം ഉൾക്കൊള്ളാൻ കഴിയുന്നു നിനക്ക് തോന്നുന്നുണ്ടോ ആദി? ദുർഗേച്ചി അത് അംഗീകരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? പുതിയ നാടകമൊന്നും പറഞ്ഞ് പരിഹസിച്ച് തള്ളിക്കളയും. ശരിയാ, അമ്മ വിശ്വസിക്കില്ല. ഇത്രയും നാളും സ്വന്തം മോനായി വളർത്തിയ ഞാൻ ആ വയറ്റിൽ പിറന്നല്ലാന്ന് അറിഞ്ഞ ആ അമ്മയ്ക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതെ, ഞാനല്ല തുളസിയാണ് ആ വയറ്റിൽ പിറന്നതെന്ന് പറഞ്ഞ അമ്മ വിശ്വസിക്കില്ല. എനിക്കറിയാം അതൊക്കെ. പക്ഷെ അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാണേലും ദുർഗ അമ്മയെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞ എനിക്കും തുളസിക്കും സമാധാനവും സന്തോഷം നിറഞ്ഞൊരു ജീവിതം കിട്ടും. മോനെ ആദി, അന്ന് നിങ്ങളെ സഹായിച്ച ഡോക്ടറിനെ കണ്ട്
ദുർഗാമ്മയോട് നടന്ന സത്യങ്ങൾ പറയണം. എന്നിട്ടും വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ DNA ടെസ്റ്റ് നടത്തിയിട്ടല്ലേ ഈ അച്ഛനും അമ്മയും തുളസിയുടെ ശരിക്കുള്ള അച്ഛനും അമ്മയും എല്ലാം അറിഞ്ഞത്. അതുപോലൊരു DNA ടെസ്റ്റ് കൂടി നടത്തിയിട്ട് ദേവമംഗലത്തെ അച്ഛനും അമ്മയും തന്നെയാണ് അവളുടെ സ്വന്തം പാരന്റ്സ് എന്ന് തെളിയിക്കാൻ കഴിയില്ലേ? അത് അംഗീകരിക്കാതിരിക്കാൻ ദുർഗാമ്മയ്ക്ക് കഴിയൂ? ആതിര മംഗളപ്പച്ചിയുടെ കൂടെ പോയി. അവൾ ഇനി തിരിച്ചു വരുമെന്ന് തോന്നില്ല. വെളുത്തമ്മ അവിടെ ഉള്ളർത്തോളം കാലം മംഗളപ്പച്ചാണെങ്കിൽ അങ്ങോട്ട് വരുന്നില്ല. എന്റെയും തുളസിയുടെയും സൗകര്യം കെടുത്താൻ ഇനി ദുർഗാമ്മ മാത്രമേ ഉള്ളൂ. ദുർഗാമ്മ ആ സത്യം അറിഞ്ഞ, തുളസി സ്വന്തം മകളാണെന്നുള്ള സത്യം അറിഞ്ഞ, ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുമേ? ആദി, അതിനെനിക്ക് അമ്മയുടെ സഹായം വേണം. അമ്മയുടെ മാത്രമല്ല, അച്ഛൻ്റെയും ദേവമംഗലത്തെ അച്ഛൻ്റെ സഹായം വേണം.